ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ ഓണത്തിനൊക്കെ പച്ചടി ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് 2 കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ: നാളികേരം ഒരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1/4 സ്പൂൺ ജീരകം, കടുക്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാനായിട്ട് ഒരു വറ്റൽമുളക്, കടുക്, കരിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് തൈരും വേണം. ഇത്ര സാധനമാണ് നമുക്ക് പച്ചടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു കുക്കർ അടുപ്പത്തേക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കട്ടെ. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സിന് കഷ്ടി വെള്ളം ഒഴിച്ചാൽ മതി. ഇനി അതിലേക്ക് ഈ ബീട്രൂട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ബീട്രൂട്ടിലേക്ക്. ഇനി ഈ ബീട്രൂട്ട് ഒരു 2 വിസിൽ വന്നാൽ മതി കേട്ടോ. ഇനി ഒരു 2 വിസിൽ വരട്ടെ. ഇനി നമുക്ക് ഈ നാളികേരവും ഇഞ്ചിയും ജീരകവും പച്ചമുളകും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് ഈ കടുക് ഉണ്ടല്ലോ, കടുക് നമ്മൾ ചതച്ചെടുക്കാനേ പറ്റുള്ളൂ. കടുക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നല്ലപോലെ 2 വിസിൽ വന്ന് ബീട്രൂട്ട് നല്ലപോലെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒന്ന് ഇതിൽ ചീകിയെടുക്കാം. ബീട്രൂട്ട് നമുക്കിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കടിക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതേമാതിരി നമുക്ക് ചീകിയെടുക്കാം. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് കുക്കറിൽ വേവിച്ച ആ വെള്ളമല്ലേ, ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ബീട്രൂട്ട് ചീകിയെടുത്ത് ഇട്ട് കൊടുക്കാം. ഇല്ല, പച്ചടിക്ക് നമുക്ക് അധികം വെള്ളം വേണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് അരച്ച നാളികേരവും ജീരകവും കടുകും പച്ചമുളകും കൂടി അരച്ചത് ഒഴിച്ച് കൊടുക്കാം. ആ നാളികേരം നല്ല പോലെ അരയണം കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പച്ചടിയിൽ നമുക്ക് അധികം വെള്ളം വേണ്ട. ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് നമ്മൾ പുളിയൊക്കെ നോക്കണം. നമ്മുടെ പുളിയുടെ അനുസരിച്ച് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി. തൈര് ഒഴിച്ചിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഉപ്പൊക്കെ നോക്കി, ഉപ്പെല്ലാം പാകമാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് വറ്റൽമുളകും കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ, നമ്മുടെ ഓണത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ബീട്രൂട്ട് പച്ചടി റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.